നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബിടെക് സർട്ടിഫിക്കറ്റോ പോളി സർട്ടിഫിക്കറ്റോ ITI സർട്ടിഫിക്കറ്റിനൊക്കെ പുല്ല് വില പോലും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ്. ശരിക്കും നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശവും എഞ്ചിനീയറിംഗിൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യത്തിനുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ അവരെ ശരിയായ രീതിയിൽ എഞ്ചിനീയറിംഗിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള വർക്ക് ഡൊമൈൻ ആണ് ക്വാണ്ടിറ്റി സർവേയിങ്. ഈ ക്വാണ്ടിറ്റി സർവേയിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും സിവിൽ എഞ്ചിനീയർ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് ഒരു QS എഞ്ചിനീയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ എഞ്ചിനീയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ 3 പ്രധാനപ്പെട്ട എമ്മുകൾ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കമ്പനി തകരാതെ നോക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയാം. മെറ്റീരിയൽസ്, മാൻ പവർ, മെഷീനറീസ്, ഇതാണ് 3 എമ്മുകൾ. ഈ 3ഉം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒരേപോലെ ആ ഒരു മെറ്റീരിയൽസ് എത്ര വേണം, എത്ര മാൻ പവർ വേണം, എത്ര സമയം വേണം, ഏതൊക്കെ മെഷീനറീസ് വേണം, ഇതെല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ BOQ എടുത്ത് അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തി കമ്പനി പ്രോഫിറ്റിലാക്കുന്ന ഒരാൾ കൂടെയാണ് QS എഞ്ചിനീയർ. ഇത് ശരിക്കും വലിയൊരു മേഖലയാണ് കേട്ടോ. നമ്മളൊരു QS എഞ്ചിനീയർ ആണെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസ്റ്റുകൾ QS എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുണ്ടാവും. കോസ്റ്റ് എഞ്ചിനീയർ, ബില്ലിംഗ് എഞ്ചിനീയർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ, പ്ലാനിംഗ് എഞ്ചിനീയർ, ഇങ്ങനെ പറയുന്ന പോസ്റ്റുകളെല്ലാം ഈ പറയുന്ന QS എന്ന് പറയുന്ന ഒരു ജോലി മേഖലയുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. അതായത് നമ്മൾ QS എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു QS എഞ്ചിനീയർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതാണ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് രാജ്യത്താണോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണോ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്നത്, ആ രാജ്യങ്ങളിലെല്ലാം ഒരു QS എഞ്ചിനീയർക്ക് സാധ്യതയുണ്ട്. നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും QS എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ, UK, കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലും QS എഞ്ചിനീയേഴ്സിന് വരാൻ പോകുന്നത് വലിയ സാധ്യതകളാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു മേഖല നമ്മുടെ കരിയർ പാത്തായിട്ട് സെലക്ട് ചെയ്ത് ഇതിനു വേണ്ടി നമ്മൾ പണിയെടുത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ സമയമെല്ലാം ചെലവഴിച്ച് നമ്മൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആവറേജ് എത്ര രൂപ മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് സാലറി വരുന്നുള്ള കാര്യം നമുക്ക് ChatGPT ഒന്ന് ചോദിച്ചോ. ChatGPT പറയുന്നത് നമുക്ക് കിട്ടുന്ന സാലറി, നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യം, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ റെപ്യൂട്ടേഷൻസ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ്. എന്നാലും ഓൺ ആവറേജ് UAE സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ നമുക്ക് 8,000 AED മുതൽ 25,000 AED വരെ സാലറി കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് QS എഞ്ചിനീയർ എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലെയും ഖത്തറിൻ്റെയും ഒക്കെ എത്ര രൂപ നമുക്ക് ഓൺ ആവറേജ് സാലറി കിട്ടുന്നുള്ള കാര്യം നമുക്ക് ഈ റിസൾട്ടിലൂടെ കാണാൻ സാധിക്കും. ഇതൊരു ചില്ലറ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ. എന്നാൽ ഇത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് അടുത്ത വർഷം മുതൽ എനിക്ക് ഈ സാലറി കിട്ടും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ ആവറേജ് സാലറി ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള QS എഞ്ചിനീയർ ആയിട്ടുള്ള നല്ലൊരു പോസ്റ്റിൽ ഇരിക്കണമെങ്കിൽ ചില കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്പർ 1, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം. അതായത് നമുക്ക് പണി അറിഞ്ഞാൽ മാത്രമേ പണിക്കൂലി കാൽക്കുലേറ്റ് ചെയ്യാനും സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കാനും അതിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്പർ 2, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടാവണം. മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കമ്പനിയിൽ പോയി കാശ് കൊടുത്തിട്ട്, അതായത് തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളൊക്കെ ഒത്തിരി നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്, അവിടെ പോയി കാശ് കൊടുത്ത് ബിടെക് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ വാലിഡ് ആവണം എന്നില്ല. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് മിഡിൽ ഈസ്റ്റിൽ നമുക്കൊരു QS എഞ്ചിനീയർ ആവണമെങ്കിൽ അവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില ഇന്റർനാഷണൽ അസോസിയേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് സർവേയേഴ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യാൻ ആവശ്യമാണ്. നാലാമത്തത് മിഡിൽ ഈസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണം. നമ്മളിപ്പോൾ നാട്ടിൽ ചിലപ്പം ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതൊരു വാലിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ നോക്കില്ല. അവിടെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നോക്കുക. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തുള്ള പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശരിക്കും നമുക്ക് ഈ പണി അറിയാമെങ്കിൽ ഈ പരിപാടി നമ്മൾ പഠിച്ചാൽ മാത്രമേ മാസം ഒരു 2.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈവൻ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞു, നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞു, പോളിടെക്നിക്ക് കഴിഞ്ഞു, നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പതിയെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കോൺട്രാക്റ്റ് വർക്കിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ BOQ കണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നമുക്ക് ഇന്ന് ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. BOQ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് കാണാമെന്നുള്ളത്. അതായത് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സാലറി പോരാഞ്ഞിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ജോബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ QSൻ്റെ ഫീൽഡിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഒഴിവ് സമയങ്ങളെല്ലാം കൂടുതലായിട്ട് QSനെ കുറിച്ച് പഠിക്കാനും ഇതിന് സാധ്യതയുള്ള രാജ്യങ്ങളിലെ വർക്കുകളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും നിൽക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നമ്മുടെ എൻട്രി ആപ്പില്ലേ, അവർ റീസെൻ്റ് ആയിട്ട് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തെടുത്തോളം അവരുടെ കോഴ്സ് വർത്തായിട്ടുള്ള കോഴ്സാണ്. കാരണം അവർ പഠിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളുടെ ഫയൽസ് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ ക്വാണ്ടിറ്റി സർവേയിങ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്കൊരു റിയൽ എക്സ്പോഷർ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള വെബിനാർസുകൾ നമുക്ക് കണ്ടക്ട് ചെയ്ത് തരാറുണ്ട്. ഞാൻ അവരുടെ പ്രൊഫൈലുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് സർവേയേഴ്സ് RICSൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വെബിനാർസിലൂടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കോളേജിൽ പഠിച്ചതുപോലെ നമ്മൾ പഠിക്കുന്നതൊന്നും സൈറ്റിൽ വന്നിട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമായിട്ട് പോകും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എന്താണോ നാളെ ചെയ്യാൻ പോകുന്നത് അതായിരിക്കണം നമ്മൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഇന്ന് പഠിക്കേണ്ടത്. അത്തരത്തിൽ റിയൽ എക്സ്പോഷർ കിട്ടുന്ന കോഴ്സുകളായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. എൻട്രിയുടെ കോഴ്സുകളും അവരുടെ സിലബസും കാര്യങ്ങളും എല്ലാം എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല രീതിയിൽ ഓടിച്ച് നോക്കി സിലബസ് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ മേഖല, നിങ്ങൾ ഭാവിയിൽ ജോലി ചെയ്യാൻ പോകുന്ന മേഖല QS ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഈ കോഴ്സ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം ദൂര സ്ഥലങ്ങളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം ഇതിനകത്തുണ്ട്. നമുക്ക് ഏത് സമയം നമ്മുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് റിയൽ ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചുള്ള എക്സ്പോഷർ ലഭിക്കാനും ഈ ഒരു കോഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ നാളത്തെ ഭാവിയിലെ QS എഞ്ചിനീയേഴ്സ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇടാം. ആ ലിങ്കിൽ നിങ്ങളുടെ നെയിം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.